ഹായ് ഗൈസ്, വണക്കം, നമസ്കാരം, നമസ്തേ. ഞാൻ നിങ്ങളുടെ ഷെയർ നോട്ട് എഴുതുന്ന സീരീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ പേരാണ് സഹിൻസ ഡയറക്റ്റ് ചെയ്ത, വിപിൻ ദാസ് റൈറ്റ് ചെയ്ത, ഹാഷിർ, അലൻ, അജിൻ, വിനായക്, സാദർ, അർഷക്, ശബരി, പിന്നെ കുഡോസ് മീഡിയ, അതിലെല്ലാവരുടെയും പേര് എനിക്കറിയില്ല. നിഹാൽ, നിബ്രാസ്, അതേപോലെ അമീൻ, പിന്നെ അതേപോലെ വിജയബാബു ചേട്ടൻ, അജു വർഗീസ് ചേട്ടൻ, ബിജുക്കുട്ടൻ ചേട്ടൻ, സുധീഷ് ചേട്ടൻ, പിന്നെ ഇതിനകത്ത് ഹാഷിറിന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. അതേപോലെ അജിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടറുണ്ട്. പിന്നെ ദേവരാജ് മറ്റേ യുറൈക്ക സ്റ്റോറീസ് എന്ന് പറയുന്ന പുള്ളി അതില്. പിന്നെ അതേപോലെ ഇവരെല്ലാവരും പുറം രാജ്യത്ത് പോകുന്ന സമയത്ത് അവിടെ ഇവരുടെ ലൈഫുമായിട്ട് ഇന്റർകണക്ട് ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരാണെങ്കിലും ഇവരെല്ലാരും കൂടി ചേരുന്നതാണ് വാഴാറ്റ്. നമുക്കൊരിക്കലും എന്താ പറയുന്നത്, ഇവരെ ആലോചിക്കാതെ ഈ സിനിമയെ കുറിച്ച് ആലോചിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇവരെല്ലാവരും ഈ സിനിമ ചെയ്തത്. കിടിലൻ സിനിമ, ഒരു എന്റർടൈനറായിട്ട് തുടങ്ങുന്ന ഒരു സിനിമ, നമുക്ക് ആ ഒരു ഇമോഷണൽ റിയലൈസേഷൻ തന്ന, ആ ഒരു ഇമോഷണൽ ടച്ച് തന്നാണ് സിനിമ അവസാനിക്കുന്നത്. ആ സിനിമ അവസാനിക്കുമ്പോൾ നല്ലൊരു ഹൈ പ്രൊവൈഡ് ചെയ്ത് നല്ലൊരു സന്തോഷമായിട്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു സിനിമയാണ് വാഴാറ്റ്. അതെനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കാരണം സിനിമ അവസാനിക്കുന്ന മൊമെന്റിൽ ഒരു രണ്ട് സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹം, ഒരു സഹോദരനും ഒരു സഹോദരിയും തമ്മിലുള്ള ഒരു സ്നേഹം, അച്ഛനും മകനും തമ്മിലുള്ള സ്നേഹം, മക്കളും അമ്മയും തമ്മിലുള്ള സ്നേഹം, ഇതിലെല്ലാം ഒന്ന് ടച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഹൈ, ആ ഫ്രണ്ട്ഷിപ്പിന്റെ ലവും കൂടി കാണിച്ച് അതിന്റെ ഒരു ഹൈയും തന്നിട്ടാണ് നമ്മളെ തിയേറ്ററിൽ നിന്ന് വിടുന്നത്. സോ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു എഡിറ്റ് പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ ഞാൻ പറയുന്ന ഈ ഹൈ എന്ന് പറയുന്ന സീൻ, ഇതൊരു കട്ടാണ് എനിക്ക് തോന്നുന്നു. കാരണം ഈ സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു സീനാണ്. അപ്പോൾ അത് പെട്ടെന്ന് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കി പോർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സീൻ നമ്മളെ അവസാനമാണ് ഇവർ തമ്മിലൊരു സംഭാഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളെ കാണിക്കുന്നത്. കിടിലൻ പടം. ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാനൊക്കെ ഒരു 2021 22 കഴിഞ്ഞിട്ടുമാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു സമയത്താണ് ഹാഷിർ പുള്ളിയുടെ വീഡിയോസ് കാണുന്നതും ചിരിക്കുന്നതും. അപ്പം പുള്ളിയുടെ പുള്ളിയുടെ ഒരു ജേർണി നമ്മൾ കണ്ടിട്ട്, പുള്ളി ഇന്നൊരു തിയേറ്റർ ബിഗ് സ്ക്രീനിൽ പുള്ളി മാത്രമല്ല, പുള്ളിയുടെ കൂടെയുള്ള എല്ലാവരും, ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ മൊബൈൽ സ്ക്രീനിൽ നിന്ന് കണ്ടിട്ട് നമ്മളൊരു തിയേറ്ററിൽ സ്ക്രീനിൽ ഇത്രയും നല്ല രീതിക്ക് നല്ലൊരു ക്യാരക്ടർ നല്ല രീതിക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷമുണ്ട്. ഇനി ഇതേപോലെ ഒരുപാട് പേര് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. ഈ സിനിമയുടെ കഥ ഇപ്പോൾ ഒരുവിധം എല്ലാവരും അറിഞ്ഞാണ്. 4 സുഹൃത്തുക്കൾ, അവർ കണ്ടുമുട്ടുന്നത് തൊട്ട് അവരുടെ ലൈഫിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ വശങ്ങളിലൂടെ അവർക്കുണ്ടാവുന്ന പാഠങ്ങളും അവരുടെ സ്നേഹവും അവരുടെ സ്വപ്നങ്ങളും അവരതെങ്ങനെ നേരിടുന്നു, അവരെങ്ങനെ ഒരുമിച്ച് നിന്ന് ആ ഒരു സ്നേഹം കണ്ടെത്തുന്നു. അവരുടെ ഇതിനകത്ത് ഒരു ടാഗ് ലൈൻ പറഞ്ഞ പോലെ തന്നെ, ഇറ്റ് ഇസ് എ സ്റ്റോറി ഓഫ് എ ബില്യൺ ബ്രോസ്. അതേപോലെ കുറേ സഹോദരന്മാർ, ഒരു സഹോദരി, അങ്ങനത്തെ ഉള്ള സ്നേഹമൊക്കെ കാണിച്ചുകൊണ്ട് നല്ല രീതിക്ക് നല്ലൊരു സിനിമ ഫീൽ, അല്ലെങ്കിൽ ആ നമ്മൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി വരുന്ന, അല്ലെങ്കിൽ ഇനിയും 1 മണിക്കൂറുണ്ടെങ്കിൽ കാണാൻ റെഡിയായിരുന്ന ഒരു പ്രേക്ഷകനായിരുന്നു ഞാൻ. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. വാഴ 1 അത് കാണിച്ചുള്ളൊരു കണ്ടിന്യൂഷന്റെ സംഭവമൊന്നും ഇതിനകത്തില്ല. എനിക്കറിയില്ല, വരികയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കാണും. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ഇതുവരെ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. ഇത് മാത്രമല്ല, എല്ലാ സിനിമയും തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാം. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ